എല്ലാവർക്കും ഇഷ്ടം. ഞാനേ എന്റെ അച്ഛനും അമ്മേനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നിന്റെ അച്ഛനും അമ്മേനെയാ. എന്നിട്ട് ഞാൻ ഇതൊക്കെ തന്നെ കേൾക്കണം. കണ്ടന്റ് വന്നു. ലച്ചു നീ കാര്യം എന്താന്ന് പറ. എന്റെ അച്ഛനും അമ്മയും നിന്റെ അടുത്ത് എന്തോ പറഞ്ഞേ? അച്ഛനൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ 2 ദിവസം മുന്നേ നിന്റെ അമ്മേനെ ഫോൺ ചെയ്തപ്പോഴത്തേക്കും എന്റെ അടുത്ത് ചോദിച്ചു എന്നാ വരുന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മ 2 ദിവസം കഴിയുമ്പോ ഞാൻ സിദ്ധും കൂടെ വരാന്ന് പറഞ്ഞു. ഇതുപോലെ ഫോണൊക്കെ കട്ട് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. ഇന്ന് കുറച്ച് മുന്നേ എന്നെ വിളിച്ച് എന്താ വരാനേന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ പോവാനാ? ഇവിടെ അമ്മൂമ്മ പോലും ഇല്ല, എല്ലാരും ഇവിടെ അല്ലേ. അതിന് നിന്റെ അമ്മ പറഞ്ഞെന്താന്നറിയോ? മനഃപൂർവ്വം ഞാൻ അങ്ങോട്ട് പോവാത്തയാന്ന്, നിന്നെ ഞാനിവിടെ പിടിച്ചു വെച്ചേക്കാന്ന്. ഞാൻ അങ്ങനൊന്നും മനസ്സിന് പോലും വിചാരിച്ചിട്ടില്ല. ഈ അമ്മ തന്നെയാണ് പറഞ്ഞത് ഇവിടെ പിള്ളേർ ഇവിടെ ഒറ്റയ്ക്കായത് കൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതിയെന്ന്. അവസാനം പറഞ്ഞു വരുമ്പോ കുറ്റം മൊത്തം ലച്ചുവിന്. എനിക്ക് മടുത്ത്. സിദ്ധു സിദ്ധു വാങ്ങോട്ട്. സിദ്ധു ലച്ചു പറഞ്ഞത് സിദ്ധുവിന് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിന് ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തോന്ന് പറഞ്ഞേ? ചേച്ചി എനിക്കൊരു ഡൗട്ട്. ഇനിയിപ്പോ അളിയ റൂമിനകത്ത് കയറിയത് വല്ല കടുങ്കയും ചെയ്യാനായിരിക്കും. അല്ല പറയാൻ പറ്റത്തില്ലല്ലോ. ഭാര്യയും അമ്മയുമായുള്ള പ്രശ്നം കാരണം പ്രഷർ താങ്ങാൻ പറ്റാതെ അളിയൻ ചിലപ്പം അല്ല ഭാര്യ അമ്മയും തമ്മിലുള്ള പ്രശ്നോ? അതിന് ഞാനും സിദ്ധുവിന്റെ അമ്മയും തമ്മിൽ എന്തോന്ന് പ്രശ്നം? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ലേ? ഇല്ല. ഒരു പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമില്ലാത്ത രീതിയിൽ ഡീൽ ചെയ്യണമായിരുന്നു. ചേച്ചി ഇപ്പൊ എന്താ ചെയ്തേ? അതേപോലെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. നൈസിൽ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെയാണോ അമ്മ, അങ്ങനെയാണോ അമ്മ, സ്നേഹത്തോടെ സംസാരിക്കണമായിരുന്നു. അല്ലെങ്കിൽ അളിയന്റെ അടുത്ത് അങ്ങനെ പറയണമായിരുന്നു. ഇങ്ങനല്ലായിരുന്നു. കാരണം മൊത്തം തന്നാണ്ടല്ലോ. എല്ലാം കൂടെ പുറകെ നടന്ന് പറയേച്ചി 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 എന്നും പറഞ്ഞ് കുത്തി പറയിപ്പിച്ചിട്ട് ഇപ്പൊ പ്ലേറ്റ് കമത്തുന്ന. ലച്ചുവേ, ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. അങ്ങനെ ഞങ്ങൾ എല്ലാരും ചേർന്ന് പറ 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 എന്ന് പറഞ്ഞ നീ എല്ലാം വെട്ടിത്തോർന്ന് പറയാൻ പാടില്ല. ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പറയേണ്ടാത്തതുണ്ട്. മനസ്സിലായ? മനസ്സിലായി. ഞാനേ നിങ്ങളുടെ അടുത്തൊന്നും കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. കറക്റ്റ്. என்னப்பா இது எல்லாருமா சேர்ந்து நம்ம லெச்சுவ குத்தம் சொல்றீங்க? அவளோட வாய தவறி ஒரு விஷயம் வெளியில வந்தது, அவ்வளவுதானே இருக்கு. വിഷയം വെളിയിൽ വന്നതെന്നാ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു പറഞ്ഞത്? ഞാനാണ് ഇവിടെ കുറ്റക്കാരിന്നാ? അല്ലേ? എനിക്ക് എല്ലാവരെയും മനസ്സിലായി. സ്ഥലം വിട്, സ്ഥലം വിട്, സ്ഥലം വിട്. എനിക്കൊന്നും മനസ്സിലാവണം. ഞാൻ ഇറങ്ങി പോവാൻ പോകുന്നു. സിദ്ധു ഒന്ന് വാഹാദനെ ഓർക്ക്. എന്റെ കരച്ചിലൊക്കെ മാറി. സിദ്ധു എവിടെ പോണ്? ലച്ചു ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ലച്ചു, ഞാൻ എന്റെ അമ്മയും അച്ഛനെയും നല്ല രീതിക്ക് സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലേറെ നീ കൊടുക്കുന്നുണ്ട്. നീ എന്റെ ഭാര്യയാണ്. നിന്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കത്തില്ല. അതുകൊണ്ട് ലച്ചു, ഇതുവരെ ഞാൻ എന്റെ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ തിരിച്ചൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഇന്ന് എന്റെ അമ്മയുടെ അടുത്ത് 2 വാക്ക് മുഖത്ത് നോക്കി സംസാരിക്കും. ലച്ചു, ഇനി ഇതുപോലൊരു അനുഭവം നിനക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിലും ചില കാര്യങ്ങളെ മുളയിലെ നുള്ളി കളയണം. സിദ്ധു 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 ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അമ്മ അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല. പിന്നെ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ ആയി പോയതാണ്. പിന്നെ അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ വെച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അത് ഞാൻ ഇവിടെ ഇപ്പൊ എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ. അത് ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ലച്ചു, എന്റെ മൂഡ് മൊത്തത്തിൽ മാറിയിരിക്കുക. എന്റെ കയ്യിൽ നിന്ന് വിട്ടെ. അളിയാ, കൈവിടാൻ പറടാ. അളയാ പോട്ട്. നീ ഇപ്പൊ അളിയൻ ചുമ്മാ അമ്മയുടെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അളയാ അളിയനെ അമ്മയുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയാം ലച്ചേച്ചി പറഞ്ഞിട്ട് അത് കേട്ടിട്ടാണ് അളിയ ഇപ്പൊ പോയി പ്രശ്നം ഉണ്ടാക്കണേന്ന്. சிது, இதெல்லாம் எல்லா ஃபேமிலியிலும் நடக்கிற சின்ன சின்ன விஷயம்தான். அது நீ அங்க போய் சொல்லி இந்த சின்ன சின்ன விஷயத்த பெருசு பண்ண வேண்டாம். சொல்றத கேளுப்பா, போகாம இருப்பா. അതെങ്ങനെയായിരുന്നു ശരിയാവുക? അമ്മയാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ തന്നെ വേണം. അതിനാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നിക്ക, അവിടെ എങ്ങോട്ടാ പോകുന്നേ? എന്റെ ദൈവം, ഏത് നേരത്താവണം നിന്റെ അടുത്തൊക്കെ പറയാൻ തോന്നിയത്? പോവാതി സിദ്ധു, പ്ലീസ്. പറയുന്നൊന്ന് മനസ്സിലാക്ക് നീ.
സത്യം പറഞ്ഞാൽ ലച്ചു, എനിക്ക് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് നീ ഒരുപാട് ഇതുപോലെ കരഞ്ഞിട്ടുണ്ടല്ലേ. ഒരു മരുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞു പോയി ഇരിക്കാനുള്ളൊന്നും അല്ല. ഞാൻ എന്താണ് പോയി ചോദിക്കും. സിദ്ധു 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 സിദ്ധുവേ, ഈ ചെറിയ കാര്യം അവിടെ പോയി സംസാരിച്ച് വലിയ വിഷയം ആക്കണോ? ഇട്ട് കള സിദ്ധു. എന്റെ പൊന്നമ്മായി, ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചില്ലെങ്കിലേ ഇവള് ഇതുപോലെ നിന്ന് കരയേണ്ടത് ഞാൻ വീണ്ടും കാണേണ്ടി വരും. എനിക്കത് സഹിക്കത്തില്ല.